ഹായ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് നാരങ്ങാനീര്, ഒരു അരമുറി നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി വെക്കുക. അത് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക, ഒരു 5 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, സവാള, കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയെല്ലാം അരിഞ്ഞ് മാറ്റി വെക്കാം. ഈ സമയത്ത് ഒരു കുക്കർ അടുപ്പിൽ വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചമണം മാറി മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്യാം. കൊച്ചുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് വരുന്ന 2 സവാള, അതും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. നന്നായിട്ടൊന്നും സവാള അത്ര നന്നായിട്ട് ഒരുപാട് വേകണ്ട. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഞങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തക്കാളി നല്ല വെന്ത് ഉടയണം. അതുപോലെ നന്നായിട്ട് ഇളക്കി അതൊരു പരുവത്തിലാക്കി എടുത്തിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ചിക്കൻ നന്നായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നെങ്കിൽ ഒഴിക്കാം. അടിയിലെങ്ങനെ പിടിക്കാതിരിക്കാനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അപ്പം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ മൂടി വെക്കുക. ഒരു ഫിസിൽ മതി, ചിക്കൻ വെന്ത് കിട്ടും. അതിനുശേഷം അതിൻ്റെ മൊത്തം പോയി കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പം ചിക്കനൊക്കെ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും കുറച്ച് മല്ലിയില കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഈസി ടേസ്റ്റി ചിക്കൻ കറി. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക.